പുതിയ തലമുറയെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പാണ്. പരസ്പരം കമ്മിറ്റ്മെന്റോ മറ്റു ബാധ്യതകളോ ഇല്ല എന്നാണ് അതിന്റെ സവിശേഷതയായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇത്തരം ബന്ധങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് നിയമപരിരക്ഷയാണ് ഈ പങ്കാളികൾക്കുള്ളത്? ആൺ സുഹൃത്തിൽ നിന്ന് ചൂഷണം നേരിടേണ്ടി വന്നാൽ യുവതികൾക്ക് അതിനെ നിയമപരമായി നേരിടാൻ കഴിയാറുണ്ടോ? ഇനി ഒന്നിച്ച് ജീവിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ പെൺസുഹൃത്ത് പങ്കാളിക്കെതിരെ ഒരു പീഡന പരാതി നൽകിയാലോ? അവിടെയാണ് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പുകളിലെ പ്രശ്നം. കൊച്ചിയിൽ ഒരു വിചിത്രമായ സംഭവമുണ്ടായി. ഒരു യുവാവും രണ്ട് യുവതികളും ഒന്നിച്ച് താമസിക്കുകയാണ്. ലിവിംഗ് ടുഗദർ റിലേഷനാണെന്നും അല്ലെന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. അതിനിടെ ഒരു യുവതി ആൺ സുഹൃത്തിനെതിരെ പീഡന പരാതി നൽകുന്നു. പോലീസ് അയാൾക്കെതിരെ കേസെടുത്തു. പിന്നീട് ഈ പകൽ കേട്ടത് ആൺ സുഹൃത്തും രണ്ടാമത്തെ യുവതിയും ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്? ജീവനൊടുക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ എന്താണ് കാരണം? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നത് തെറ്റാണോ? ഇക്കാലത്ത് വിവാഹം കഴിക്കാതെ ലിവിംഗ് ടുഗദർ പങ്കാളികളായി കഴിയുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് എന്തടിത്തറയാണുള്ളത്? ആ പങ്കാളികൾക്കിടയിൽ ചെറിയ പ്രശ്നമുണ്ടായാൽ തീരാവുന്നതേയുള്ളൂ ആ റിലേഷൻഷിപ്പ്. പിന്നീട് പരാതിയും കേസുമായി പോകുന്ന യുവതികൾ. എറണാകുളം സ്വദേശിയായ ബിനു എന്ന യുവാവിന്റെ ഒരു പ്രണയകഥയിലേക്കാണ്. അയാൾ മുൻപ് ഒരു പെൺകുട്ടിക്കൊപ്പമായിരുന്നു താമസം. പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു. അതിനിടെ മറ്റൊരു യുവതിയെ അയാൾ വിവാഹം കഴിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം ബിനുവിനെതിരെ പഴയ കാമുകി പീഡന പരാതി നൽകുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ ബിനുവും ഇപ്പോഴത്തെ പങ്കാളിയും ആത്മഹത്യാ ശ്രമം നടത്തിയതോടെയാണ് ഈ കഥകൾ പുറംലോകമറിയുന്നത്. ഉറക്ക ഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ബിനുവും പങ്കാളി ബിൻസിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തങ്ങൾക്കെതിരായ പീഡന പരാതി വ്യാജമാണെന്ന് ആരോപിച്ചാണ് ദമ്പതിമാർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. വ്യാജ പരാതിക്ക് പോലീസും പരാതിക്കാരിയുടെ ബന്ധുവായ ജഡ്ജിയും കൂട്ടുനിൽക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. തങ്ങളെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ 15 പവൻ ആവശ്യപ്പെട്ടെന്നും ഇവർ ആരോപിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ പരാതിക്കാരിയുടെ ബന്ധുവായ ജഡ്ജിക്കും ആലുവ പോലീസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. പോലീസുകാരുടെ പേര് വിവരങ്ങളും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ആംബുലൻസിൽ നിന്ന് ദമ്പതിമാർ ചിത്രീകരിച്ച വീഡിയോയും പുറത്തു വന്നു. ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം അവർക്ക് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും പോലീസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാനാ നമ്മളെ ഇപ്പൊ പോലീസുകാർ കൂടെ നിന്ന് ചതിക്കില്ല. ഇതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും ഞങ്ങൾ വിശദമായിട്ടൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് പ്രധാനമന്ത്രിക്കും ഞങ്ങളുടെ ആത്മഹത്യക്കുറിപ്പാണ്. ഞങ്ങളുടെ ജീവനം കളയണതെല്ലാം ഈ ആതിരയ്ക്ക് വേണ്ടിയും ഈ കേരള പോലീസും ഈ ജഡ്ജിയും കാരണമാണ്. പരാതിക്കാരിയായ യുവതി ബിനുവിന്റെ സുഹൃത്തായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. യുവതി പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ച ശേഷമാണ് ബിനുവിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയതെന്നും ഇവർ പറയുന്നു. ബന്ധം തെളിയിക്കുന്നതായി അവകാശപ്പെടുന്ന നിരവധി ചിത്രങ്ങളും ആംബുലൻസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ കണ്ടെത്തിയ ബിനുവും ബിൻസിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഈ നാട്ടിൽ ഒരു സ്ത്രീക്ക് എല്ലാ രീതിയിലും നിയമപരിരക്ഷയും സുരക്ഷയും ഉറപ്പുവരുത്താൻ നമ്മുടെ ഭരണകൂടം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് കൂടി അറിയണം. പാലക്കാട് ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്ത യുവതിയെ ടി കയ്യോടെ പിടിച്ചപ്പോൾ വാദിപ്രതിയായ സാഹചര്യം. കോഴിക്കോട് നിന്ന് കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയോട് വനിതാ കമ്പാർട്ട്മെന്റിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ടി സുജിത്തിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ടി തന്നോട് അപമര്യാദയായി പെരുമാറിയതായി കാണിച്ച് യാത്രക്കാരിയായ ശ്രുതിയും ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകി.
മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസിലെ TTE സുജിത്തിന് നേരെയാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായത്. കോഴിക്കോട് ഫറോക്കിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു പട്ടിത്തറ സ്വദേശിനി സുധി. ജനറൽ ടിക്കറ്റ് ആയതിനാൽ റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി വനിതാ കമ്പാർട്ട്മെന്റിലേക്ക് മാറാൻ TTE ആവശ്യപ്പെട്ടു. പിന്നീട് ഇത് വാക്കുതർക്കവും കയ്യാങ്കളിയുമായി. വാക്കേറ്റത്തിനിടെ യുവതി TTEയെ മർദ്ദിക്കുകയായിരുന്നു. പട്ടിത്തറ സ്വദേശിനി KP സുധിയാണ് തന്നെ മർദ്ദിച്ചതെന്ന് കാട്ടി സുജിത്ത് റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനമേറ്റ് മുഖത്ത് ചോരയുമായി നിൽക്കുന്ന സുജിത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം TTE തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് യുവതിയും പോലീസിൽ പരാതി നൽകി. യുവതി TTEയെ കേട്ടാലറയ്ക്കുന്ന അസഭ്യം പറയുകയും തുടർന്ന് മുഖത്തടിക്കുകയും ചെയ്തതായി മറ്റ് യാത്രക്കാർ പറയുന്നു. സംഭവ സമയത്ത് അതേ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന എറണാകുളം സ്വദേശിയായ ദിൽഷാദ് എന്ന യുവാവും സുഹൃത്തുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. TTEയുടെ ഭാഗത്താണ് ന്യായമെന്നും തങ്ങൾ ഇടപെട്ട് പിടിച്ചതുകൊണ്ടാണ് രണ്ടുപേരും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴാതിരുന്നതെന്നും യുവാക്കൾ വ്യക്തമാക്കി. പോലീസിനെ വിളിക്കുമെന്ന് TTE പറഞ്ഞപ്പോൾ താൻ എന്നെ കയറി പിടിച്ചെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞോളാമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയതായും സഹയാത്രികർ വെളിപ്പെടുത്തി. ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം TTEക്കൊപ്പമാണ് നിന്നതെന്നും യുവാക്കൾ പറഞ്ഞു. ഇരുവരുടെയും മൊഴിയും മറ്റ് യാത്രക്കാരുടെ മൊഴിയും പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. മാനസിക പ്രശ്നമുള്ള ചില ആളുകളുണ്ട്. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അവർ ആരെയും ആക്രമിക്കാനും കൊലപ്പെടുത്താനും മടിക്കില്ല. മനസ്സിൽ പകയുമായി നടക്കുന്ന ഇത്തരക്കാരെ സൂക്ഷിക്കണം കേട്ടോ. കോഴിക്കോട് പാളയം സ്വദേശി ബിജുവിനെ കുത്തിക്കൊന്നത് ബന്ധുവായ യുവാവാണ്. അതിന്റെ കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഈ പ്രതികാരത്തിന്റെ കഥ കേട്ടത്. പ്രതി ദീപക് മാനസിക പ്രശ്നമുള്ള ചെറുപ്പക്കാരനാണ്. ഒരിക്കൽ ദീപകിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയത് ബിജുവിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു. അതിന്റെ വിരോധത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് പാളയത്തെ ഒറ്റമുറി വീട്ടിൽ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ഞായറാഴ്ച പുലർച്ചെ 2:45 പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛൻ രാജൻ ബിജുവിനെ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് പുലർച്ചെ 3 അമ്മ ബേബി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കട്ടിലിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ മകനെ കണ്ടത്. ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കഴുത്തിന്റെ മുമ്പിലും പിൻഭാഗത്തും കത്തികൊണ്ടുള്ള 18 കുത്തുകളുണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ആദ്യം ലഹരിസംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്നായിരുന്നു ആരോപണമെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ബന്ധുവായ ദീപക്കാണ് കൊല നടത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. ദീപക് അക്രമ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള തെളിവുകൾ, ധാരാളം തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. പ്രധാനമായും കൊല്ലപ്പെട്ട ബിജുവിൻ്റെ ഫോണും ആ റൂമിൽ നഷ്ടപ്പെട്ടിരുന്ന ഒരു ബൈക്കിൻ്റെ കീയും ഇതെല്ലാം പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. മറ്റ് തെളിവുകളും ശേഖരിച്ചുള്ളതാണ്. പ്രതിക്ക് ബിജുവിനുണ്ടായ വൈരാഗ്യത്തിൻ്റെയും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെപ്പറ്റിയും ഞങ്ങൾക്ക് അന്വേഷിച്ച് വ്യക്തത വരുത്താൻ സാധിച്ചിട്ടുള്ളതാണ്. ബിജുവിന്റെ മുറിയിൽ നിന്ന് കാണാതായ ബൈക്കിന്റെ താക്കോലും ഫോണും ദീപക്കിൽ നിന്ന് കണ്ടെടുത്തു. ദീപക്കിനെ നേരത്തെ മാനസികാസ്വാസ്ഥ്യത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബന്ധുക്കൾ ഇയാളെ ബലമായി ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് സൂചന. വീട്ടിലെ ചില കാര്യങ്ങളിൽ ബിജു ഇടപെടുന്നതിലും ദീപക്കിന് പകയുണ്ടായിരുന്നു. പ്രധാനമായും പ്രതിക്ക് വ്യക്തിവൈരാഗ്യമാണ്. ബിജുവിനോട് നേരത്തെ തന്നെ പ്രതി കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അത് കൂടാതെ പ്രതി പ്രത്യേക വയലൻസിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വയലൻസ് ഉണ്ടായിട്ട് ചില കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇയാളെ മാനസിക ചികിത്സയ്ക്ക് കൊണ്ടുപോയാൻ ബിജുവിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബിജു അക്കാര്യത്തിൽ മുൻകൈയെടുത്തു എന്നതൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. വീണ്ടും ബിജു ഇത്തരം പ്രവൃത്തി, ഒരു വയലൻസ് ഇയാൾ കാണിക്കുന്നത് ബിജു വീണ്ടും അങ്ങനെ സജഷൻ കൊടുത്തു എന്ന് ബിജുവിനോട് നല്ലൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അറസ്റ്റിലായ ദീപക്കിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും അവർക്ക് സ്വന്തം മക്കളോടെങ്കിലും സ്നേഹമുണ്ടാകില്ലേ? എന്നാൽ ലഹരിക്കടിമകളായവർ മക്കളെന്നോ ഭാര്യയെന്നോ ഉറ്റവരെന്നോ നോക്കില്ല. മനസ്സിൽ പക തോന്നിയാൽ പിന്നെ ആരെയും ആക്രമിക്കും.
തിരുവനന്തപുരം പന്നിയോട് സ്വദേശി ചീങ്കണ്ടി അനീഷ് എന്ന അനീഷ് കുമാർ ഇങ്ങനെ മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ക്രിമിനലാണ്. കാപ്പ കേസിൽ നാടുകടത്തിയ കുപ്രസിദ്ധ കുറ്റവാളി അനീഷ് വിലക്ക് ലംഘിച്ച് നാട്ടിലെത്തി ഭാര്യ വീട് പൂർണ്ണമായും അടിച്ചു തകർത്തു. വടിവാളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ കാട്ടാക്കട പോലീസ് പിടികൂടി. പൂവച്ചൽ പന്നിയോട് തേരുവിള വീട്ടിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് നാടിനെ വിറപ്പിച്ച ആക്രമണം നടന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും ലഹരിക്കടിമയുമായ പന്നിയോട് തണ്ണിച്ചാങ്കുഴി ഷിജുഭവനിൽ ചീങ്കണ്ണി അനീഷ് എന്ന അനീഷ് കുമാറാണ് വടിവാളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അനീഷ് നിരന്തരം മർദ്ദിച്ചിരുന്നതിനാൽ ഭാര്യ ആൻ ബേബിയും 4 മക്കളും ഒരാഴ്ചയായി ആൻ ബേബിയുടെ പിതാവിന്റെ വീട്ടിലായിരുന്നു താമസം. ഇവർ ഇവിടെയുണ്ടെന്ന വിവരമറിഞ്ഞെത്തിയ പ്രതി ആൻ ബേബിയുടെ പിതാവിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഭാര്യയും മക്കളെയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. മൂന്നാമതായി ഇങ്ങനെ വന്ന് ഇത് മൊത്തം അടിച്ചു പൊളിച്ച് എന്നെയും മോളെയൊക്കെ അടിച്ച് ഓട്ടിച്ച് വടിവാള് പോലത്തെ ഒരു മാരകായുധവും കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ വീടിനകത്തുള്ള കുറേ എൻ്റെ കത്തി, എൻ്റെ ടാപ്പിങ് കത്തി, വേറെ കറിക്കത്തി എല്ലായിടത്തും പോയി. ആളെ കിട്ടാവുന്നപ്പോഴാണ് ഈ വീടിനെ മൊത്തം നശിപ്പിച്ച് ഇല്ലാതാക്കിച്ചത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മാരകായുധങ്ങൾ കണ്ടു ഭയന്ന കുടുംബാംഗങ്ങൾ വീടിന്റെ പിൻവശത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി അവിടുത്തെ ഫർണിച്ചറുകളും മറ്റ് ഗൃഹോപകരണങ്ങളും അടിച്ചു തകർത്തു. സംഭവത്തിന് പിന്നാലെ കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അനീഷിനെ സാഹസികമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാപ്പ വ്യവസ്ഥ ലംഘിച്ചതിനും വീട് അടിച്ചു തകർത്തതിനും കൊലപാതക ശ്രമത്തിനുമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. മീൻ കറിക്ക് ഉപ്പും രുചിയും കുറവാണെന്ന് ആരോപിച്ച് ജീവനക്കാരനെ ഹോട്ടലുടമ ആക്രമിച്ചൊരു കേസിലേക്കാണ്. അങ്കമാലി കറുകുറ്റിയിലെ മീൻവിലാസം ഹോട്ടലിലാണ് ഷെഫിനെ ഉടമ മുഹമ്മദ് ഉവൈസ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശി റിയാസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഹോട്ടൽ ഉടമകളിൽ ഒരാളായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഉവൈസിനെതിരെ അങ്കമാലി പോലീസ് കേസെടുത്തു. ഇരുവരും തമ്മിൽ ഹോട്ടലിൽ വെച്ച് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ജീവനക്കാരനെ അനധികൃതമായി തടഞ്ഞുവെച്ച് മർദ്ദിക്കുകയും മാരകായുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനാണ് പോലീസ് കേസെടുത്തത്. ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. ഹോട്ടലിലെത്തിയ ഉടമകളിൽ ഒരാളായ മുഹമ്മദ് ഉവൈസ് കഴിക്കാനായി ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു. തുടർന്ന് ഷെഫായ റിയാസ് മീൻ വറുത്തതെത്തിച്ചു. എന്നാൽ ഭക്ഷണം കഴിച്ചു നോക്കിയ ഉടമ മീനിന് രുചിയില്ലെന്നും ആവശ്യത്തിന് ഉപ്പില്ലെന്നും റിയാസിനെ മേശയ്ക്കരികിലേക്ക് വിളിച്ചു വരുത്തി അറിയിച്ചു. ഹോട്ടലിലെ ഫ്രീസർ കേടായതുകൊണ്ടാണ് മീനിന്റെ ഗുണനിലവാരം കുറഞ്ഞതെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫ്രീസർ നന്നാക്കാൻ ഉടമസ്ഥർ തയ്യാറായില്ലെന്നും റിയാസ് മറുപടി നൽകി. ഇതോടെ തർക്കം രൂക്ഷമാകുകയും പ്രകോപിതനായ ഉവൈസ് റിയാസിനെ മർദ്ദിക്കുകയുമായിരുന്നു. റിയാസിന്റെ പിന്നാലെ ചെന്ന് ഷർട്ടിന് കുത്തിപ്പിടിച്ച് പുറകിലിട്ട് തള്ളുകയും അടുക്കളയിലെ മേശയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് വെട്ടുകയും തവിയെടുത്ത് തല്ലുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ആക്രമണത്തിൽ റിയാസിന്റെ കൈക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റിയാസിനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു. മലപ്പുറം സ്വദേശികളായ 4 പേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഹോട്ടൽ. സംഭവത്തിൽ അങ്കമാലി പോലീസ് കേസെടുത്ത് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വെമ്പായം ശ്രീവത്സം ബാറിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് കൂട്ടക്കുരുതി ലക്ഷ്യമിട്ടാണോ? എന്താണ് ഈ രീതിയിൽ ആക്രമണം നടത്താൻ പ്രതി അനീഷിനെ പ്രകോപിപ്പിച്ചത്? തന്റെ മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തുറന്നു പറയുന്ന അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. പമ്പിൽ പോയി പെട്രോൾ വാങ്ങി വന്നാണ് 5 പേരെ കത്തിച്ചത്. തനിക്ക് കുഴപ്പമില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പ്രതി പറയുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ വെമ്പായം സ്വദേശി നവാസ് മരിച്ചിരുന്നു. 4 പേർ ഇപ്പോഴും ചികിത്സയിലാണ്.
ഞായറാഴ്ച രാത്രി 9:30 സംഭവം. നവാസ്, നൌഫൽ, അരുൺ, റിയാസ് എന്നിവരടക്കം 6 സംഘം ബാറിൽ മദ്യപിച്ചിരിക്കുമ്പോൾ സുഹൃത്തായ അനീഷും സംഘത്തിൽ ചേരുകയായിരുന്നു. ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ അനീഷിന് മർദ്ദനമേറ്റെന്നും പുറത്തുപോയി അരമണിക്കൂറിന് ശേഷം കന്നാസിൽ പെട്രോളുമായി തിരിച്ചെത്തിയെന്നുമാണ് ബാർ ജീവനക്കാർ പറയുന്നത്. സുഹൃത്തുക്കൾ ഓടിയെത്തി പിടിച്ചു വാങ്ങുന്നതിനിടെ ഹാളിലെ ഉപകരണങ്ങളിലും സോഫയിലും ഉൾപ്പെടെ പെട്രോൾ വീണു. ആളുകൾ പിന്തിരിപ്പിക്കുന്നതിനിടെ കയ്യിലെ ലൈറ്റർ കത്തിച്ചതോടെ തീ പടർന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ അനീഷിന്റെ ദേഹത്തും തീ പടർന്നു. സംഭവ സമയത്ത് 20-ലേറെ പേർ ബാറിലെ ഹാളിൽ ഉണ്ടായിരുന്നു. മേശകൾ, കസേര, AC, ഫാനുകൾ തുടങ്ങിയവ കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വെമ്പായം കാരങ്കോട് സ്വദേശി നവാസ് മരിച്ചത്. അതിനിടെ തീ കൊളുത്തിയ അനീഷിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. തന്റെ മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പമ്പിൽ പോയി പെട്രോൾ വാങ്ങിവെന്നാണ് 5 പേരെ കത്തിച്ചത്. തനിക്ക് കുഴപ്പമില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ അനീഷ് പറയുന്നു. ഞാൻ ഒരു പെഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ബാറിൽ വന്നപ്പോൾ അവന്മാർ എന്നെ ചവിട്ടിലടിച്ചു. ഞാൻ എന്തിരിയാ, ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഇവിടെ കരിഞ്ഞു മൊത്തം. അനീഷിനും 80% പൊള്ളലേറ്റിട്ടുണ്ട്. N നൌഫൽ, S അരുൺ, I റിയാസ് എന്നിവരും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. അരുൺ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കിളിമാനൂരിൽ മകളെ വിവാഹം ചെയ്തു നൽകാത്തതിൽ അച്ഛനെയും സഹോദരനെയും തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യപ്രതി വെള്ളല്ലൂർ സ്വദേശി സുധീഷ്, സുഹൃത്തുക്കളായ ആരോമൽ, ലാൽകൃഷ്ണ, അരുൺ എന്നിവരാണ് പിടിയിലായത്. പെൺകുട്ടിയോടുള്ള സ്നേഹം വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയാണ് ആക്രമണം നടത്തിയതെന്ന വിചിത്രമായ മൊഴിയാണ് പ്രതി സുധീഷ് പോലീസിന് നൽകിയത്. കല്യാണം നടത്തി തന്നില്ലെങ്കിൽ കൂട്ടക്കൊലപാതകമാണ് പ്രതികൾ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ ഒരാൾ ഭക്ഷണം വാങ്ങാൻ കടയിലെത്തിയപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റ് പ്രതികളെ കണ്ടെത്തുകയും ചെയ്തു. മുഖ്യപ്രതി വെള്ളല്ലൂർ പുളിയറക്കോണം വീട്ടിൽ സുധീഷ്, സുഹൃത്തുക്കളായ ആരോമൽ, ലാൽകൃഷ്ണ, അരുൺ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ആ കുട്ടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. വീട്ടുകാരും കുട്ടിയും അത് നിരസിച്ചു. അപ്പോൾ ആ സത്യാവസ്ഥ അവൻ നല്ലവനാണ് എന്ന് ആ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് പ്രതി പറയുന്നത്. വർക്കല വടശ്ശേരിക്കോണം ആര്യഭവനിൽ അനിൽകുമാർ, മകൻ അച്ചു എന്നിവർക്കാണ് ഗുണ്ടാ സംഘത്തിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റത്. മകളെ വിവാഹം കഴിപ്പിച്ച് നൽകാത്തതിലുള്ള പക മൂലമാണ് ഗൃഹനാഥനെയും മകനെയും വിളിച്ചുവരുത്തി അതിക്രൂരമായി മർദ്ദിച്ചത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളല്ലൂർ മൊട്ടൽവിള വട്ടവിളയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചായിരുന്നു മർദ്ദനം. മർദ്ദിച്ച് വിവാഹത്തിന് സമ്മതിപ്പിക്കാനും അല്ലെങ്കിൽ കുടുംബത്തെ ഒന്നാകെ വധിക്കാനുമായിരുന്നു പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയോടുള്ള സ്നേഹം വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ മർദ്ദനമെന്ന വിചിത്രമായ ന്യായീകരണമാണ് പ്രതി സുധീഷ് പോലീസിനോട് പറഞ്ഞത്. വളരെയധികം പണം ചെലവഴിച്ചും ആസൂത്രണം നടത്തിയുമാണ് തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും നടത്തിയത്. മർദ്ദനം നടന്ന വീട്ടിലെ ഒരു മുറി സൗണ്ട് പ്രൂഫാക്കി ശബ്ദം പുറത്തുപോകാനാവാത്ത വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരുന്നു. വീട്ടിലേക്ക് ജോലിക്ക് എന്ന രീതിയിലാണ് അനിൽകുമാറിനെ വിളിച്ചുവരുത്തിയത്. പിന്നീട് ഇയാളുടെ ഫോണിൽ നിന്ന് മകനെ വിളിച്ചുവരുത്തി. രണ്ടുപേരെയും കെട്ടിയിട്ടാണ് മർദ്ദിച്ചത്. അനിൽകുമാറിന്റെ ഭാര്യ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ഇവരെ രക്ഷിച്ചത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ജീവിതത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് പലരും ബാങ്കിൽ നിന്ന് പണം വായ്പയെടുക്കുന്നത്. അതിന് സ്വർണം പണയം വയ്ക്കുന്നവരുണ്ട്. എന്നാൽ ആ സ്വർണം ഉടമ അറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയാലോ? മലപ്പുറം താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജറായിരുന്ന അർജുന്റെ ആസൂത്രണത്തിൽ നടന്ന ഒരു തട്ടിപ്പിലേക്കാണ് താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ നൽകിയ പരാതിയിലാണ് ഈ വലിയ കൊള്ളയെക്കുറിച്ചുള്ള വിവരം പുറംലോകം അറിഞ്ഞത്. കേസിൽ മുൻ മാനേജർ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ 2ാം പ്രതി ഷുഹൈബ് ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ കൂടുതൽ പേരുടെ സ്വർണം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്.
2023 മെയ്യിൽ സഹോദരിയുടെ വിവാഹാവശ്യത്തിനായാണ് താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ കാത്തലിക് സിറിയൻ ബാങ്കിൽ 100 പവനോളം സ്വർണം പണയം വെച്ച് വായ്പയെടുത്തത്. ആദ്യം 14 ലക്ഷം രൂപയും പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി ആകെ 17 ലക്ഷം രൂപയും വായ്പയായി എടുത്തു. 2 വർഷത്തിനു ശേഷം തുക തിരിച്ചടയ്ക്കാൻ എത്തിയപ്പോഴാണ് കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. എന്നാൽ സ്വർണം കാണാനില്ലെന്നും ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മാനേജർ അർജുൻ അറിയിച്ചു. എന്നാൽ 2024 ജൂലൈയിൽ യാസിൻ അറിയാതെ ഷുഹൈബ് എന്നയാളുടെ പേരിൽ ഇതേ സ്വർണം കൂടിയ തുകയ്ക്ക് പണയം വെച്ച് വായ്പയെടുത്തതായി കണ്ടെത്തി. ബാങ്ക് മാനേജറുടെയും ജീവനക്കാരുടെയും അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് വിവരം. യാസിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ബാങ്ക് മാനേജർ അർജുൻ, ഇയാളുടെ സുഹൃത്ത് ഷുഹൈബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഞാൻ വെച്ചതിനെക്കാട്ടിയും ഡബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് അവിടെ ഇപ്പോൾ ഗോൾഡ് കിടക്കുന്നത്. ഞാൻ ആകെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 31 ലക്ഷം രൂപേൻ്റെ അടുത്തായിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് 61 സംതിങ്ങിൻ്റെ അടുത്ത് ആയിട്ട് കിടക്കുന്നത് കണ്ടത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് എന്താ പറയുക, ചോദിച്ചപ്പോൾ എൻ്റെ അറിവും സമ്മതം ഇല്ലാതെയാണ് ഈ സംഭവം മാറി കിടക്കുന്നത്. പിന്നെ ഞാനത് ചോദ്യം ചെയ്തപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ബാങ്കിൻ്റെ അടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മളടുത്ത് ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. താനൂർ സ്വദേശി ഷുഹൈബിന്റെയും ഭാര്യയുടെയും പേരിലാണ് സ്വർണ്ണപ്പണയം വെച്ചതെന്നാണ് പരാതി. അർജുന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് ഇയാളെ കൂടി കേസിൽ പ്രതി ചേർത്തത്. കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. അതിനിടെ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചോ? കേസിലെ 1-ാം പ്രതിയായ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിൽ ക്രൈംബ്രാഞ്ചിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ആക്ഷേപം. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചെയ്യാതെയായിരുന്നു അറസ്റ്റ്. കോടതി വളപ്പിലുണ്ടായ നാടകീയ രംഗങ്ങളും അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിട്ടയച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 1-ാം പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഗുരുതര വീഴ്ചയെന്ന് വിലയിരുത്തൽ. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് റാമിനെ അറസ്റ്റ് ചെയ്തതെന്ന അഭിഭാഷകന്റെ വാദം ശരിവെച്ച് കോടതി പ്രതിയെ വിട്ടയക്കുകയായിരുന്നു. ഇത് അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടിയായി. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിയ തലശ്ശേരി സെഷൻസ് കോടതിയാണ് റാമിന് ജാമ്യം നൽകിയത്. പിന്നീട് നാടകീയ സംഭവങ്ങളാണ് കോടതി വളപ്പിലുണ്ടായത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റാമിനെ പിടിച്ചുകൊണ്ടുപോയെന്ന് റാമിന്റെ ഭാര്യ ദിൽന ആരോപിച്ചു. കോടതിയിലുള്ള ടേണിംഗ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ചു തിരിച്ചു ഇവരെ. അപ്പോൾ നോക്കുമ്പോൾ ഡിവൈഎസ്പി ആണ് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. എന്നാൽ വീണ്ടും അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയാണ് ഉണ്ടായെന്നുമാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം. ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഡോക്ടർ MK റാമിന്റെ അഭിഭാഷകൻ കിഷോർ പറഞ്ഞു. റാം കണ്ണൂരിൽ തന്നെയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന് തീരുമാനിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് റാമിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പോലീസിന് വീണ്ടും റാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷമേ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കൂ. റാമിനെ റിമാൻഡ് ചെയ്താക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദമായ കേസിലെ പ്രതിയെ 3 മാസത്തിനു ശേഷമാണ് കർണാടകയിലെ കുടകിൽ നിന്ന് പിടികൂടിയത്. തുടക്കം മുതൽ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും പ്രതിയെ പിടികൂടാനായില്ല. ഇതിനിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോടതിയിൽ കീഴടങ്ങാൻ വരുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം റാമിനെ പിടികൂടിയതെന്നും ആരോപണമുയരുന്നുണ്ട്. പ്രമാദമായ കേസിൽ ഏറെ ദിവസങ്ങൾക്ക് ശേഷം കസ്റ്റഡിയിലെടുത്ത സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷ തള്ളിയ പ്രതിയെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിട്ടയച്ചതിൽ ആഭ്യന്തര വകുപ്പിനും
കടുത്ത അതൃപ്തിയാണുള്ളത്. ഇതേ തുടർന്ന് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. നിലവിലുള്ള സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയാണ് പുതിയ സംഘത്തെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ വിശദീകരണം തേടിയ ശേഷം DGP റിപ്പോർട്ട് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് 18 കണ്ണൂർ. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയെന്ന് ആരോപിച്ച് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ SIയെയും ഡ്രൈവറെയും തടഞ്ഞുവെച്ച സംഭവത്തിൽ ഇപ്പോൾ നാട്ടുകാർ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്തു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പോലീസിന്റെ നടപടി. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എന്നാൽ ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് CPM ആരോപിക്കുന്നു. ലോകകപ്പ് ഫൈനലിനിടെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും CPM DYFI പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞുവെച്ചത്. നാട്ടുകാരുടെ പരിശോധനയിൽ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളും പുകയില ഉൽപ്പന്നങ്ങളും ചീട്ടുകെട്ടുകളും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. രക്തസാമ്പിളുകളുടെ വിദഗ്ധ പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചയിടത്ത് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു വന്നെന്നാരോപിച്ചാണ് നാട്ടുകാർ പോലീസിനെതിരെ തിരിഞ്ഞത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ശേഷം ആഘോഷ പരിപാടികൾ നടത്താൻ തുടങ്ങുന്നതിനിടെയാണ് മങ്ങാട്ടുകവലയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒന്ന് മദ്യക്കുപ്പി, ഒന്ന് പുകയില ഉൽപ്പന്നം നിരോധിതമല്ലെന്ന് പോലീസ് പറയുന്നു. ചീട്ട് വാഹനത്തിൽ ഇപ്പോൾ ഇന്നലെ അവസാനം പുറത്തു വന്ന ദൃശ്യങ്ങൾക്കകത്ത് വാഹനത്തിനകത്ത് കടലയും മിച്ചറും ഉള്ള ദൃശ്യങ്ങളെല്ലാം ഇത് എടുത്ത ആളുകൾ തന്നെ നമുക്ക് അയച്ചു തരികയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഏകദേശം പുറത്തേക്ക് വന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പോലീസ് വണ്ടിക്കകത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചോദ്യമല്ലേ. ഇപ്പോൾ ഒരു കുപ്പി സീസ് ചെയ്താണെങ്കിൽ സ്വാഭാവികമായിട്ട് കരുതേണ്ടത് പോലീസ് സ്റ്റേഷനകത്താണ്. ആരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചതെന്നും മറ്റു അനുബന്ധമായ രേഖകളെല്ലാം കാണണം. പക്ഷേ ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ പക്കലില്ല. ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ്. ഒരു പോലീസ് വാഹനത്തെ ഒരു മിനി ബാറാക്കി കൊണ്ടുനടക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തതെന്നത് വളരെ വ്യക്തമാണ്. ഡ്യൂട്ടിക്കെത്തിയ കരിമണ്ണൂർ SI റോയ് സുകുമാരനും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരനും മദ്യപിച്ചാണ് എത്തിയതെന്ന ആരോപണത്തെ തുടർന്ന് നാട്ടുകാരും DYFI പ്രവർത്തകരും ബഹളം വെച്ചു. ഇതിനിടെ തൊടുപുഴ SHO സ്ഥലത്തെത്തി ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ബ്രീത്ത് അനലൈസറിൽ മദ്യപിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഫൈനലിന് ശേഷമുള്ള ആഘോഷ പരിപാടികൾക്ക് അനുമതി നിഷേധിച്ചതിലുള്ള വൈരാഗ്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മദ്യപിച്ചിട്ടില്ലെന്നുമാണ് റോയ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ചീട്ടുകെട്ടുകൾ നേരത്തെ പിടിച്ചെടുത്തതാണെന്നും മദ്യക്കുപ്പി എങ്ങനെ വാഹനത്തിലെത്തിയതെന്ന് അറിയില്ലെന്നുമാണ് ആരോപണ വിധേയരായ പോലീസുകാർ നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാനിടെ പോലീസിനെതിരെ ഉണ്ടായ ആരോപണം അധികൃതർ ഗൗരവമായാണ് കാണുന്നത്. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP, തൊടുപുഴ DYSP എന്നിവരോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നടി അൻസിബയുടെ നിയമ പോരാട്ടം പോലീസിനിപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. ആദ്യ 2 പരാതികളിൽ കേസെടുക്കാതെ വന്നപ്പോൾ നടി കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടി. അതിനിടെയാണ് ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരായ പരാതിയും. അൻസിബയുടെ 3ാമത്തെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അപകീർത്തികപരമായ പരാമർശങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അൻസിബ നൽകിയ സ്വകാര്യ അന്യായത്തിന്മേൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 27 വിധി പറയും. വ്യക്തി അധിക്ഷേപം നടത്തിയെന്ന്
നടത്തിയെന്നാരോപിച്ച ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസ് രേഖാമൂലം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മറുപടി നൽകിയത്. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ അഭിമുഖം പരിശോധിച്ചു. ഇതിൽ അപകീർത്തിപ്പെടുത്തൽ മാത്രമാണ് കണ്ടെത്താനായത്. എഫ്ഐആർ ഇട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസിന്റെ മറുപടി. അൻസിബ ഹസന്റെ സ്വകാര്യ അന്യായം പരിഗണിച്ച ഘട്ടത്തിലാണ് പോലീസ് മറുപടി നൽകിയത്. സ്വകാര്യ അന്യായം മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 27-ന് വിധി പറയാനായി മാറ്റി. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജവും അശ്ലീലം നിറഞ്ഞതുമായ വീഡിയോകൾ പ്രചരിപ്പിച്ച സ്ത്രീത്വത്തെ അപമാനിച്ചെന്നായിരുന്നു അൻസിബയുടെ പരാതി. പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകിയതോടെ സ്വകാര്യ അന്യായവുമായി അൻസിബ ഹസൻ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുൻവൈരാഗ്യം മൂലം KSRTC ബസ് ഡ്രൈവർക്ക് നേരെ കൊലപാതക ശ്രമം. നാഗർകോവിൽ മുഴുക്കോട് സ്വദേശി ഫ്രാങ്ക്ലിനെ ബൈക്കിലെത്തിയ 2 പേർ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ അരിമന പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് വീണ്ടും പോലീസ് സംരക്ഷണം നൽകാൻ പാലാരിവട്ടം പോലീസിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ഹർജിയിൽ പോലീസിനെയും സ്വമേധയാ കക്ഷി ചേർത്തു. മലപ്പുറം തിരൂർ ബീരാഞ്ചിറയിൽ പോലീസിനെ കണ്ട് പേടിച്ച് പിന്നോട്ടെടുത്തപ്പോൾ മതിലിലിടിച്ച വാഹനത്തിൽ നിന്ന് 4 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. തിരൂർ പുറത്തൂർ സ്വദേശി മുഹമ്മദ് ഷാനിൽ, പൊയിലിശ്ശേരി സ്വദേശി അമൽകൃഷ്ണ എന്നിവർ അറസ്റ്റിൽ. പാലക്കാട് പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കോയമ്പത്തൂർ സ്വദേശി ജസ്റ്റിൻ സുന്ദർ സിംഗിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടുംബങ്ങളിലും പൊതുസമൂഹത്തിലും അടിച്ചമർത്തപ്പെട്ട നരകയാതന അനുഭവിക്കുന്ന കുറെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാർഹിക പീഡനം മുതൽ ലൈംഗിക ചൂഷണത്തിന് വരെയും ഇരയാകപ്പെടുന്നവർ. പിന്നീട് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്ത് ശക്തമായ നിയമങ്ങൾ നടപ്പാക്കിയത്. ഇവിടുത്തെ നിയമവും നിയമ സംവിധാനങ്ങളും പൊതുവെ സ്ത്രീകൾക്ക് അനുകൂലമാണിപ്പോൾ. എന്നാൽ ആ നിയമം ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. പക വീട്ടാനും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി പീഡന പരാതി കൊടുക്കുന്നവർ. പാലക്കാട് TTE മർദ്ദിച്ച ശേഷം യാത്രക്കാരിയായ യുവതി പറഞ്ഞൊരു കാര്യമുണ്ട്. പോലീസിനെ വിളിച്ചാൽ എന്നെ കയറിപ്പിടിച്ചെന്ന് പരാതി പറയുമെന്നായിരുന്നു യുവതിയുടെ ഭീഷണി. ഇതോടൊപ്പം ഹൈക്കോടതിക്ക് മുന്നിൽ യുവാവും പങ്കാളിയും ആത്മഹത്യാ ശ്രമം നടത്തിയ കേസിന് പിന്നിലും ഇങ്ങനെയൊരു വ്യാജ പരാതി എന്നാണ് പറയുന്നത്. ഇവിടെ നീതിക്ക് വേണ്ടിയാണ് നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ അത് ചിലർക്ക് അനീതിയായി മാറുന്നത് അതീവ ഗൗരവത്തോടെ കാണണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.